ഇത് ഞങ്ങളുടെ ഫസ്റ്റിലെ മിനി വ്ലോഗാണ് കേട്ടോ. ഞാൻ സൃജിന ആൻഡ് മൈ ഹസ്ബൻഡ് അനീഷ്. അതിനും നമ്മളുടെ കൂടെ ഉണ്ട്. ഐറിൻ മാത്രമില്ല, ബിക്കോസ് എല്ലാവരും കൂടി പുറത്തു വന്നാൽ ശരിയാവില്ല. ഞങ്ങളുടെ 8th ആനിവേഴ്സറി ആയിരുന്നു. ഒരു സർപ്രൈസ് ഡിന്നർ ഡിസ്ട്രിക്ട് 9 പാലക്കാടിൽ ബുക്ക് ചെയ്തിരുന്നു. അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഡിന്നർ അറേഞ്ച് ചെയ്തത്. നിറയെ റോസസും ക്യാൻഡിൽസും എല്ലാം ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്കായിട്ടുള്ള ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കേക്കൊക്കെ തന്നിരുന്നു ക്യാൻഡിൽസൊക്കെ ആയിട്ട്. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെനിക്കും അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞങ്ങൾ ഡിന്നർ ഓർഡർ ചെയ്തു. ഗാർലിക് നാണും ബട്ടർ ചിക്കനും ആയിരുന്നു. അവൾക്കും ബട്ടർ ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കേക്ക് വേണമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എനിക്ക് തരാൻ സമ്മതിച്ചില്ല എന്നേ. വീണ്ടും ഹസ്ബൻഡിന് കൊടുക്കുമ്പോൾ ഇല്ല ഞാനാ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അടിയായിരുന്നു ആള്. ചെറിയ ആളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ 4 ആളും കൂടി പുറത്ത് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല്ലെന്നേ കരഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോസൊന്നും പ്രോപ്പർ അല്ല കേട്ടോ. ഞങ്ങൾ ചുമ്മാ ഈ സെൽഫി ആയിട്ടൊക്കെ എടുത്ത കുറച്ചുള്ള വീഡിയോസൊക്കെ ആയിട്ടുള്ള തട്ടിക്കൂട്ട് വീഡിയോ ആണ്. എന്നാലും ചുമ്മാ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നല്ല രസമുണ്ടായിരുന്നു. നല്ല ജോർജിയസ് മൊമെൻറ്റ്സ് ആയിരുന്നു. സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ചേട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫുഡൊക്കെ നല്ല ടേസ്റ്റാട്ടോ. 8 years ആയി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്. ഞങ്ങളുടെ ലവ് കം അറേഞ്ച്ഡ് മാരേജാണ് കേട്ടോ. ഞങ്ങൾ കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ആൾ എൻ്റെ സീനിയറായിരുന്നു. അതിനെ പ്ലേ സ്കൂളിലാണ് കേട്ടോ പഠിക്കണേ. അതിനെ പിന്നെ ആയിട്ടില്ല എന്നറിയാലോ. ഞങ്ങളുടെ എക്സ്പ്രഷൻസൊക്കെ ഭയങ്കരമാണ്. ജസ്റ്റ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ഈ മക്കളുടെ ഓരോ ക്യൂട്ട്നെസ് ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ്. ഞങ്ങൾ ഭയങ്കര ഫെമിലിയർ ഒന്നും അല്ല. കുറച്ച് നാളെ ആയിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. ഹസ്ബൻഡിനും ഒരു യൂട്യൂബ് ചാനലുണ്ട്, എനിക്കും ഉണ്ട് കേട്ടോ. ഇൻഡിവിജ്വലായിട്ട് വേണമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇടുന്നത്. കാരണം കുറേ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കൂടുതലും ഞാനാണ് ഇൻവോൾവ് ചെയ്തിട്ട് ഇടാറ്. ഞങ്ങളുടെ ഫസ്റ്റിലെ വ്ളോഗാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാ ഇതും ഉണ്ടാവും. വീഡിയോസൊന്നും പ്രോപ്പറല്ല പറഞ്ഞ പോലെ. അവൾ കണ്ടോ അവിടെ അടി ഉണ്ടാക്കി വാശിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക. പിന്നെ ഞാൻ വർക്കിലായതുകൊണ്ട് ലാപ്ടോപ്പൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. പിന്നെ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ കോക്ടെയിലും ബീറൊക്കെ ഓർഡർ ചെയ്തിട്ട് കേട്ടോ. ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാലമായി വല്ലപ്പോഴോ ഒക്കേഷണലി ആണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. പിന്നെ അങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇടയ്ക്ക് ഡിന്നറിനൊക്കെ പോകും കേട്ടോ. അതൊന്നും യൂട്യൂബിലൊന്നും എവിടെ ഉണ്ടാവില്ല. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഉണ്ടാവുമ്പോൾ അറിയാമല്ലോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരാൾ 4 വയസ്സും ഒരാൾ 1 വയസ്സുമാണ്. അപ്പോൾ അവരെ മാനേജ് ചെയ്യുന്നതിൻ്റെ ഭയങ്കര പാടാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ എൻഗേജ്മെൻറ്റ്സ് ഇങ്ങനത്തെ എൻജോയ്മെൻറ്റ്സ് ഒക്കെ റെയറാണ്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എന്താണെന്ന് എൻ്റെ ലാപ്ടോപ്പാണ് പിടിച്ചിരിക്കുന്നത്. വർക്കിൻ്റെ ഇടയിലാണ് ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എൻജിനീയറാണ്, സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യണത്. ഹസ്ബൻഡിന് ബിസിനസ്സാണ്. കുറച്ച് ബേക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 3-4 ബേക്കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആളിങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ കുട്ടികളുടെ നോക്കും, വീട്ടിലെ കാര്യങ്ങളും ബേക്കറിയിലെ കാര്യങ്ങളും പിന്നെ എൻ്റെ വർക്കും എല്ലാം കൂടി ഒരു തട്ടിക്കൂട്ടലാണ്. ഞങ്ങളിങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുന്നത്, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ പ്രീ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യാറുണ്ട്. ഡിസ്ട്രിക്ട് 9 അവിടുത്തെ സർവീസും ഫുഡും ഫുഡ് എല്ലാ ഫുഡൊന്നും എല്ലാവർക്കും ഇഷ്ടാവില്ല കേട്ടോ. ചില ഫുഡുകൾ മാത്രമേ നന്നായിരിക്കുള്ളൂ. എന്നിരുന്നാലും ഇവിടെ ബുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല കെയറിങ്ങും നല്ല സർവീസുമാണ്. നിറയെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ പറഞ്ഞില്ലെങ്കിലും കൂടി നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷയില്ല. പക്ഷെ അവർ നല്ല രസമായിട്ടാണ് ടേബിൾസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കോക്ടെയിൽസൊക്കെ അതിൻ്റേതായിട്ടുള്ളതിൽ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം കൂടിയിട്ട് ആ വൈകുന്നേരം അവിടുത്തെ ആ സോങ്ങും ആ വൈബും ഒരു റൊമാൻറ്റിക് മൊമെൻ്റ് ആയിരുന്നു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാതിരി തന്നെയാണ് ഉണ്ടായിരുന്നത്. ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് സൈഡ് ഡിഷൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അതൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ എന്നിട്ട് എൻ്റെയും കൂടി ഒന്ന് കാണിച്ച് ഞാൻ ബീർ കഴിക്കുന്നു ഒന്ന് കാണിക്കുന്നതാണ്. സോ ഇതൊക്കെ വല്ലപ്പോഴും ലൊക്കേഷൻസ്. അങ്ങനെ ഞങ്ങൾ കുറേ ചാറ്റൊക്കെ ചെയ്ത് കുറേ സംസാരിച്ചു. കുറേ ഫാമിലി കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും കുറേ സംസാരിച്ചു. സത്യത്തിൽ ഉറക്കമൊന്നും കിട്ടില്ല കേട്ടോ. രാത്രി ഒരാൾ കരയുമ്പോൾ ഒരാൾ ഇരിക്കുമ്പോൾ ഒരാൾ ഇരിക്കുമ്പോൾ ഒരാൾ കരയും പറയുമ്പോൾ നല്ല രസമാണ്. അത് കാരണം ഉറക്കമൊന്നും ഉണ്ടാവില്ല. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചില്ല് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. കാരണം വേറെ വഴിയൊന്നുമില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വെൽക്കം അഗെയിൻ.